ഈയിടെ ഒരു കുടുംബക്ഷേത്രം നടത്തുന്ന ഒരു കുലാചാരി കുലധർമ്മ വിധിപ്രകാരമുള്ള ആചരണങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന ഒരു വ്യക്തി ഇവിടെ നമ്മൾ കാണാൻ വന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ തറവാട്ടിലെ കാവിലെ ഉത്സവത്തിൽ വാർഷിക ആചരണങ്ങൾക്ക് 100-ൽ കൂടുതൽ കോഴികളെയൊക്കെ അറക്കാറുണ്ട്, കൂടാതെ 10-25ഓളം ആട് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ. ആടിനെയൊക്കെ അറക്കും, അതുപോലെ തന്നെ മദ്യമാണെങ്കിലും ലിറ്റർ കണക്കിന് മദ്യമാണ് അവിടെ ഉണ്ടാവാറ് എന്നൊക്കെ പറയണ്ടായി. അതുകൊണ്ട് ഗംഭീരാണ് പരിപാടി എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താണ് ഇതിനെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, ഇപ്പൊ നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. ഇപ്പം അതല്ല, ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് തന്നെ അങ്ങയുടെ അഭിപ്രായത്തെ അറിയുന്നതിലേക്കാണ് നമ്മളിത് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി കൊടുത്ത അതേ മറുപടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, ദൈവപ്രീതിക്ക് വേണ്ടിയാണോ ഈ ഇത്ര പറയപ്പെടുന്ന കോഴികളെയും ആടിനെയൊക്കെ അറക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈശ്വരപ്രീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. രക്തം കൊണ്ട് നിറയണം, രക്തം മുന്നിൽ കൊണ്ട് നിറഞ്ഞ വട്ടള കണക്കിന് രക്തം ഉണ്ടാകുമ്പോൾ അല്ലേ നമ്മുടെ ദൈവങ്ങൾ തൃപ്തിപ്പെടുള്ളൂ എന്ന് ചോദിക്കുകയുണ്ടായി. നമുക്ക് വലിയ അത്ഭുതമായിപ്പോയി. അങ്ങനെ സാധു മൃഗങ്ങളുടെ പക്ഷികളുടെ രക്തത്തിൽ പ്രീതിപ്പെടുന്നവരാണോ നമ്മുടെ ദൈവങ്ങൾ? അങ്ങനെയാണെങ്കിൽ വലിയ കഷ്ടല്ലേ. കാരണം നമ്മോട് പ്രതികരിക്കാനും പിടിച്ചു നിൽക്കാനും കഴിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ നമ്മൾ അറക്കുമ്പോൾ അതിൽ ദേവിയോ ദേവനോ മുത്തപ്പന്മാരോ ആരും ആവട്ടെ ഇവര് തൃപ്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ അപ്പോ ആദിത്യകളെ രക്ഷിക്കാൻ പിന്നെ ആരാണല്ലേ എന്നൊരു ചോദ്യമാണ്. ഇത് സാധാരണ വൈഷ്ണവരും അതുപോലെ തന്നെ ചാർവാകന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ആ അർത്ഥത്തിലല്ല ചോദിക്കുന്നത്. ഇവിടെ ദൈവം പ്രീതിപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ സ്വതവേ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മളുടെ ശിഷ്യരോടും ഭക്തരോടും ഒക്കെ നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് അനുകമ്പോപദേശത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭുജിപ്പാൻ മറ്റൊന്നുമില്ലെങ്കിൽ ഹരിച്ചോ മറ്റൊരു ജീവിയെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണമായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ച് നിങ്ങൾ ഭക്ഷണമായി സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോളും. അരുത്, ദേവപ്രീതിക്ക് ജന്തുഹിംസ അരുത് എന്ന് തന്നെയാണ് അനുകമ്പോപദേശത്തിലൂടെ നമ്മൾ പറയുന്നത്. ദേവപ്രീതിക്ക് ദേവീപ്രീതിക്ക് അതായത് ജ്ഞാനത്തിനും ജീവരക്ഷയ്ക്കും വേണ്ടിയിട്ട് ആകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മാത്രം താല്പര്യമാണല്ല, എല്ലാ വേദപാരമ്പര്യങ്ങളും ഇതന്നെയാ പറയുന്നത്. വൈദികി ഹിംസ ഹിംസാന ഭവതി എന്നാണ്. വേദം പറയുന്ന ഹിംസ അഹിംസയാണ്. അതെന്തിനാണ് ഈ ഹിംസ പറഞ്ഞിരിക്കുന്നത്? തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് വേദം പറഞ്ഞിരിക്കുന്നത്. തന്ത്രമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്തൊരു ഹിംസയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പാപപുണ്യ ഫലം ഹത്വാ ജ്ഞാനഗഡ്ഗേന യോഗവിദ്യ. പാപവും പുണ്യമാകുന്ന അതിനെ ഹനിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത് ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് വാളുകൊണ്ട് വെട്ടാനാ പറഞ്ഞത്. എന്നാലോ അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല. മൃഗപക്ഷി ബലി ഉണ്ട്. പക്ഷെ ഈ 100 കണക്കിനോ 1000 കണക്കിനോ ഒക്കെ മൃഗങ്ങളെ കൊന്നിട്ട് അത് ദേവപ്രീതിക്കാണെന്ന് കരുതുന്നു എങ്കിൽ അത് തെറ്റാണ്. ബലി കൊണ്ട് ഭൂതഗണങ്ങൾ തൃപ്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രം പറയുന്നുണ്ട്. ബലി സമർപ്പണമാണ്. ബലനം ഇത് ബലി. നമുക്ക് ബലത്തെ നൽകുന്നതാണ് ബലി. അത് എന്തിനാണ് ബലം നൽകേണ്ടത്? ഈ ബലി നടക്കും, മൃഗബലി നടക്കും, നമുക്ക് എന്തിനാണ് ബലം? നമ്മുടെ മനസ്സിനാണ് ബലം, അല്ലേ? നമ്മളുടെ മാനസികമായ തലത്തിന് ബലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് എന്താ ബലം? പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാര്, യുദ്ധത്തിന് പോകുന്ന ചാവേറുകള്, ഭടന്മാര്, അല്ലെ കൃഷി ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകളെയൊക്കെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവർക്ക് മാനസിക വിഷമം ഉണ്ടായിട്ട് അവർ പുറകോട്ട് പോരാൻ പറ്റില്ല. ഇപ്പൊ രാജാവാണെങ്കിൽ നായാട്ട് നടത്തണം. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കൃഷിയൊക്കെ നശിക്കില്ലേ? അപ്പൊ അതിന്റെ ആ അംഗസംഖ്യയെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്തം രാജാവിനാണ്. അപ്പൊ രാജാവിനെ അറിയിച്ച് രാജാവ് നായാട്ടിനെത്തി അതിനെ അമ്പ് ചെയ്ത് കൊന്ന് അത് ആളുകൾക്ക് അതിന്റെ മാംസം കൊടുത്ത് രാജാവൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ രീതിയാണ്. അതാണ് നായാട്ട്. അപ്പൊ അതിനെ ക്രമപ്പെടുത്തുക, ഭയപ്പെടുത്തുകൂടിയാണ്. മൃഗങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ അത് അങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നിട്ട് ഇറങ്ങില്ല. അതൊന്നും. അപ്പൊ രാജാവിന് ഇത് ചെയ്യുമ്പോൾ പാപചിന്ത ഉണ്ടാവാൻ പാടില്ല.
അപ്പൊ ആ ഒരു തരത്തിൽ മനസ്സിനൊരു ബലം ഉണ്ടാക്കാൻ ഈ ബലി ഉപകരിക്കുന്നുണ്ട്. എന്തുകൂടാതെയും ഇനി പാടത്ത് പണിയെടുക്കുന്നവനാണെങ്കിലോ, പലതവണ നമ്മൾ പറഞ്ഞാണ്, പാടത്ത് പണിയെടുക്കുന്ന വെച്ചാൽ കന്നുകൂട്ടാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള മീനും അതുപോലെ തന്നെയുള്ള ജീവജാലങ്ങൾ ഇതിന്റെ ഈ കണ്ണൂട്ടുന്ന സമയത്ത് ഇതൊക്കെ ചാവാനൊക്കെ ഇടയുണ്ട്. അപ്പൊ പാപചിന്ത ഉണ്ടായി കഴിഞ്ഞാലും അവിടെ കൃഷി നടക്കില്ല. അപ്പൊ ആ ചിന്ത ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ അത് മാനസികമായിട്ടുള്ള ബലത്തെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ ചാവേറുകളാണെങ്കിലോ, അവർക്ക് മരണത്തിൽ ഭയം ഉണ്ടാവാൻ പാടില്ല, ജഡബോധം ഉണ്ടാവണം. എന്താണ്? കേവലം ജഡമാണ് ഈ ശരീരം, മറ്റത് ആത്മാവാണ്, ഞാൻ മരിക്കുന്നൊന്നുമില്ല എന്ന ബോധ്യം ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി അവർക്ക് വെച്ചു കൊടുത്തു. വൈദ്യന്മാർക്കാണെങ്കിലും അവര് കണ്ടുപിടിച്ച മരുന്നിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് മൃഗങ്ങളിലും പക്ഷിയിലും പരീക്ഷിച്ച് മനുഷ്യരിൽ ചെയ്താൽ മതി. പണ്ട് ഇന്നത്തെ പോലെയല്ല, ഒരു അസുഖത്തിന് മരുന്ന് കണ്ടെത്തിയെ കൊടുത്തു കഴിഞ്ഞാൽ മാറിയില്ലെങ്കിൽ വൈദ്യരെ കൊല്ലുന്ന കാലം ഉണ്ടായിരുന്നു. ഇനി അല്ല മറ്റൊരു രോഗം വരികയാണെങ്കിലോ വൈദ്യർക്ക് ശിക്ഷ ഉണ്ട്. ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ല. എന്നിരുന്നാലും ആ ഒരു ചികിത്സയുടെ ഭാഗത്ത് മരുന്നിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൃഗത്തെ പക്ഷിയെയോ ഹനിക്കുന്നതിൽ വിരോധമില്ല. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യണം? ഈശ്വരീയമായിട്ടാവണം എന്ന് മാത്രമാണ് ഈ ധർമ്മം പറയുന്നത്. അത് കേവലം എന്തെങ്കിലും ആണെന്ന് പറയുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് ശാസ്ത്രമാണ് വെച്ചാൽ മാംസം തു ത്രിവിധം പ്രോക്തം ഗഭൂജലചരം പ്രിയേ യഥാ സംഭവ അപ്യേകം തർപ്പണാർത്ഥം പ്രകൽപ്പയേ മാംസ ദർശന മാത്രമാണ് സുരാദർശനവത്ഫലം. മദ്യം കണ്ട അതേ ഫലം തന്നെയാണ്. അതിൽ മാംസം എന്ന് പറയുന്നത് എന്താണ്? ഗഭൂജലചരം, ആകാശം, ഘാന്ന ശബ്ദം കൊണ്ട് ആകാശം, ഭൂമി, ജലം, ഇതിലൂടെയൊക്കെ ചരിക്കുന്ന ജീവജാലങ്ങളുടെ മാംസം തന്നെയാണ് വേണ്ടതെന്നാണ്. അത് ആ രീതിയിൽ ബലി ആ രീതിയിൽ ബലി കൊടുക്കുന്നതിന് ഒരു തെറ്റും ഇല്ല. എന്നാൽ പിതൃദൈവത യജ്ഞേഷു വൈദ്യ ഹിംസ നിധീയതേ ആത്മാനം പ്രാണാഹിംസ കഥാ ചിന്നോയിതാ പ്രിയേ എന്ന തൻ്റെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ നമുക്ക് വിരോധ ഭേദവിധി പ്രകാരം, എന്നാൽ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അതൊട്ട് ഈ ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണെന്ന്, സ്വന്തം കാര്യത്തിന് വേണ്ടി എടുക്കുന്നത് തെറ്റാണെന്ന്. അപ്പോ പിതൃക്കളുടെയും ദേവന്മാരുടെയും യജ്ഞത്തിന് വേണ്ടി ആകാമെന്ന് പറയുന്നുണ്ട്. ആ ആകാമെന്ന് പറയുമ്പോൾ അത് ഈ 100 കണക്കിനും 1000 കണക്കിനും മൃഗങ്ങളെയും പക്ഷികളെയും കൊന്ന് ആ രക്തം കെട്ടി നിർത്തി അതുകൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെടുന്നെങ്കിൽ, തിറ്റകളുടെ അലർച്ച കൊണ്ടാണ് ദൈവം തൃപ്തിപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. മാംസം പൂജയ്ക്ക് വേണം. എത്ര വേണം? പിശിതം തില മാത്രേന്തുന്നാണ്. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം തില മാത്രം. തിലം എന്ന് പറഞ്ഞാൽ എന്താണ്? എള്ളാണ്. എള്ളോളം മാംസം മതി ഈ പൂജാ പദ്ധതിക്ക്, തർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. എള്ളോളം മാംസം മതി. ഇനി ബാക്കിയുള്ള നിവേദിക്കും ചെയ്യാം, അതൊക്കെ പ്രസാദമായിട്ട് സ്വീകരിക്കാം, ഹോമത്തിന് എടുക്കാം. അപ്പോഴും ഒരു കോഴിയോ ഒരു ആടോ എന്നൊക്കെ പറയാതെ എത്രയോ അധികമാണ് ഈ സമ്പ്രദായക്കാർ. ഇനി മാംസം നമ്മൾ കഴിക്കുകയാണെങ്കിലോ ഭാര്യ വലിച്ച് കഴിക്കാന്ന് വേണ്ടില്ല. ഭക്ഷണമായിട്ട് കഴിക്കുന്നതിന് ആർക്കും വിരോധം, ലാഭധർമ്മം ഉണ്ട്. എന്നാൽ കഴിക്കുന്ന കാര്യം എന്താണ്? ശിഷ്ടൈ സാർദ്ധം ചിതഗ്നൗ ഹവിശേഷം ഹത്വ എന്നാണ്. പൂജാവസാനം ലഭിക്കുന്ന ആ ശിഷ്ട ഉണ്ടല്ലോ, അത് ചിതഗ്നിയിലേക്ക് ഹോമിക്കുന്ന ആ സംഗമത്തിന് അല്പം മാത്രമാണ് നമുക്ക് ഭുജിക്കാമെന്നാണ്. അപ്പോഴും തന്നെ ഈ 100 കോഴിയും ആടും ലിറ്റർ കണക്കിന് മദ്യം ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കരുതിയിരിക്കുന്ന എന്താണ്? ഈ രക്തം കൊണ്ടാണ് തൃപ്തിപ്പെടുന്നതെന്നാണ്. രക്തം കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ ആ ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തെ നമ്മുടെ ദൈവമാണ്, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദൈവമില്ല എന്നുള്ള പോലെയാണ്. ഈ ബലി കൊടുക്കുമ്പോൾ ബലി എന്ന ശബ്ദത്തിന്റെ അർത്ഥം സമർപ്പണമാണ്. കൂടുതൽ ബലി നടക്കുന്ന ഒരു മതവിഭാഗമാണ് ഇസ്ലാമിക മതം. ഇസ്ലാമിക മതത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ പോലും അവരും പറയുന്ന എന്താണ്? ഖുർആൻ പറയുന്ന എന്താണ്? നിങ്ങൾ നൽകുന്ന ഈ പറയുന്ന ബലിമൃഗത്തിന്റെ മാംസവും രക്തവും എന്നിലേക്ക് എത്തുന്നില്ല എന്നാണ്. അപ്പൊ അവർക്കും ആ കാഴ്ചപ്പാടിൽ ഈ രക്തവും മാംസം എന്നിലേക്ക് എത്തുന്നില്ല എന്നാണ്. നിങ്ങളുടെ സമർപ്പണമാണ് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പൊ അവിടെ സമർപ്പണം ഒക്കെ കൊടുക്കുന്നത് സമർപ്പണം എന്ന് കരുതാൻ പറ്റുമോ? പറ്റില്ല. അത് അവശ്യമായിട്ടുള്ള കാര്യമല്ല. അവശ്യമായിട്ടുള്ളത് സമ്പ്രദായത്തിന് ആവശ്യം എന്താ? തത്വജ്ഞാനം ലഭ്യമാകണം, അതിനുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോ ചില ആൾക്ക് രക്തം വേണ്ട വെച്ചാൽ എന്താണ് രക്തം? രജസ്, പരാശക്തിയുടെ സ്വരൂപം രക്തവർണ്ണമാണ്, രക്തമാണ്. ആ പരാശക്തിയുടെ ആ ഒരു സമർപ്പണം തന്നെ നമ്മുടേതായിരിക്കുന്ന ജീവശക്തിയുടെ ഉണർവ്, കുണ്ടലിനി ശക്തിയുടെ ഉദ്ദീപനം സംഭവിക്കണം എന്നുള്ളതാണ്. അതിന് ആദ്യകാലത്ത് ആകാത്തത് കൊണ്ടും പ്രതീകാത്മകമായ ആരാധന ഉള്ളത് കൊണ്ടും അങ്ങനെ വെച്ചു. ഇനി അങ്ങനെ മാത്രമാണോ? അല്ല. പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെ നമുക്ക് അടയാളപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ തത്വം നമുക്ക് എഴുതി വെക്കാൻ കഴിയില്ല. അപ്പൊ അജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മമില്ലാത്തതെന്നാണ്. അപ്പൊ എന്താണ്? അതിന് അജത്തെ തന്നെ സ്വീകരിച്ചു. ബ്രഹ്മത്തിനെ ആഹൂതി ചെയ്യുന്നതിന് ബ്രഹ്മത്തിൽ എന്ന സങ്കല്പത്തിൽ. അപ്പൊ അവിടെ ജന്മമില്ലാത്തവനാണ്, മരണമില്ലാത്തവനാണ്, സാക്ഷാൽ പരിപൂർണനായിരിക്കുന്ന പരമേശ്വരൻ. അപ്പൊ അങ്ങനെ ഓരോന്നും കോഴിയാവട്ടെ, ആടാവട്ടെ, പന്നിയാവട്ടെ, പോത്താവട്ടെ, ഇങ്ങനെ പല തത്വങ്ങളിലൂടെയാണ് ഈ മൃഗങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത്.
ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നിൽക്കാൻ വേണ്ടി. അപ്പൊ ഗ്രന്ഥം ഉണ്ടായാലും മാറ്റിക്കൂടെ പാടില്ല, ഗ്രന്ഥം ഇല്ലാതായാലും നിലനിൽക്കണം. അപ്പൊ അതുകൊണ്ട് അവശ്യം വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ എതിരല്ല. അനാവശ്യമായിട്ട്, ഈ അനാവശ്യമായിട്ടുള്ളത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നുകയാണില്ല എന്റെ ചോര ഇങ്ങോട്ട് കൊടുത്താലോ എന്നുള്ളത്. എന്റെ ചോര കൊടുത്താലോ കഴിഞ്ഞിട്ട് എന്താണ് മറ്റവന്റെ ചോര കൊടുത്താലോ തോന്നും. അപ്പോഴാണ് ഈ ഇലന്തൂർ പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. കാരണം ഒരു ഗുരുവിന്റെ കീഴിൽ കൃത്യമായി നിന്ന് സാമ്പ്രദായികമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. എന്തോ നമുക്ക് തോന്നുകയാണ് ഇത് അങ്ങനെ അങ്ങോട്ട് ചെയ്യാം എന്നുള്ള. അങ്ങനെ ചെയ്ത് എന്താ കാര്യം, എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് അർത്ഥമാക്കുന്നത്, എന്താ ലക്ഷ്യം വെക്കുന്നത്? എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ മൃഗങ്ങളുടെ മേത്ത് കുതിര കയറിയിട്ട് നമ്മൾ പറയുന്നത് ഒരു കാലത്ത് ഇന്ന ജാതിക്കാര് ബ്രാഹ്മണര് ഞങ്ങളെ ആക്രമിച്ചു, മറ്റു മതസ്ഥര് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ ഉപദ്രവിച്ചു, ഞങ്ങളെ അടിമയാക്കി വെച്ചു എന്നൊക്കെ പറയും. ഈ പറയുന്നതിന് എന്ത് അവകാശമുണ്ട്? ഈ പറയുന്ന ആൾക്ക്, ഈ ആചാരങ്ങൾ ചെയ്തുകൊണ്ട് പറയുന്നവർക്ക് എന്ത് അവകാശമുണ്ട്? നിങ്ങളെക്കാൾ എളിമയോ അല്ലെ താഴ്ന്നു ജീവിക്കുന്ന മൃഗങ്ങളോടും പക്ഷികളോടും കരുണ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ അധികാരിയായിരുന്നവർക്ക് നിങ്ങളോട് എങ്ങനെ കരുണയുണ്ടാകും? അപ്പൊ നിങ്ങളുടെ കരുണ നിങ്ങളുടെ അത്രയും മനുഷ്യരാവട്ടെ, മൃഗമാവട്ടെ, പക്ഷിയാവട്ടെ, എന്തുമാകട്ടെ, അതിനോട് ആ കരുണ നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് കരുണയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു വാക്ക് ഉന്നയിക്കാനോ ശബ്ദമുയർത്താനോ നിങ്ങൾക്ക് അധികാര അവകാശമുള്ളൂ. അതിലൊരു ചിന്ത വേണ്ടേ? അപ്പൊ നമ്മളെ അധികാരി വർഗം ഇന്നും ആക്രമിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നുവെങ്കിൽ ഇതേ കാര്യം മറ്റു ജീവജാലങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാലോ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ അറിവിന് വേണ്ടിയിട്ട്, ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, തത്വലബ്ധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ രക്ഷിക്കാൻ, അതിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമുക്കൊരു ജീവനെ ആശ്രയിക്കാം, ഒരു ജീവിയെ ആശ്രയിക്കാം. ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് കേട്ട് ആയിരക്കണക്കിന് ജീവികളെ കൊല്ലുന്നത് ഒരു നമ്മെ സംബന്ധിച്ച് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ആവശ്യം വേണം, ചെയ്തോളൂ, സമ്പ്രദായം നിലനിൽക്കണം, അത് വേണം, അത് ഈ സമ്പ്രദായം പറയുന്നതാണ്. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞത്. ഈ അനാവശ്യമായി ചെയ്യുന്നതും വേണമെന്ന അഭിപ്രായമുള്ള ഏതെങ്കിലും ഗുരുപരമ്പര ഉണ്ടെങ്കിൽ അവർക്കതാകാം, അവരെ തിരുത്താൻ നമ്മൾ ആളല്ല. കാരണം എന്താണ്? അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ മതം ഇങ്ങനെയാണ്, നമ്മുടെ ദർശനം ഇതാണ്, നാം പിൻപറ്റുന്നത് ഇതാണ്. നമ്മുടെ തന്നെ രക്തം എടുത്ത് സമർപ്പിക്കുകയാണെങ്കിലും അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. നമ്മുടെ രക്തം കൊടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അത് കേവലം ഏതെങ്കിലും കുടുംബക്ഷേത്രത്തിന്റെ ഉള്ളിലോ കാവിലോ വെച്ചിട്ട് നമ്മളെ കൈ അറുത്ത് ചോര കൊടുക്കുക, കഴുത്തറുത്ത് ചോര കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അതൊക്കെ തെറ്റായ രീതിയിലാണ് പോകുന്നത്. ഇത് എന്തിനെ കൊണ്ട്? രക്തം കൊണ്ട് തൃപ്തിപ്പെടുന്ന കരുതിയിട്ട് കൊടുക്കുന്നതാണല്ലോ. അതായത് രജസിനെ കൊണ്ട് കാഴ്ചപ്പാടായിട്ട് കൊടുക്കുന്നതല്ലല്ലോ. നമുക്ക് പൂർണ്ണജ്ഞാനായിട്ട് കൊടുക്കുന്നതല്ല. എന്നാൽ ഇത് കൊടുത്ത ദൈവം തൃപ്തിപ്പെടുന്നു കരുതുക. അത് കൊടുത്താൽ ദൈവം തൃപ്തിപ്പെടില്ല. പിന്നെ മൂഢന്റെ മൂഢതയല്ല ദൈവീകത, ജ്ഞാനമാണ് ദൈവികത. മൂഢത ഒരിക്കലും ദൈവികത പറയില്ല. ധീയാണ്, പ്രകാശമാണ്, അതുപോലെ തന്നെ എന്താണ്, എല്ലാമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർവസ്വം നമ്മളെ തെളിഞ്ഞ ബോധാവസ്ഥയാണ് ഈശ്വരൻ, ദൈവം, ദീപ്, പ്രകാശം. അപ്പൊ നിങ്ങളുടെ ധീ പ്രകാശിച്ചാൽ എന്താണ്, നമ്മൾ ഇതൊന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് കേവലം നമ്മൾ ഏതെങ്കിലും ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും പേരിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലുക, എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളെ കൊണ്ടിട്ട് കൂടോത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ പരമാവധി ഉപദ്രവിക്കുക, കുഴിയിലിട്ടിട്ട് കോഴീനെ ശ്വാസം മുട്ടിക്കുക, എന്നിട്ട് അത് കുഴിപൂജ എന്ന് പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ പ്രാണി അനുഭവിക്കുന്ന വേദന, പീഡ നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെയാണ് മാനുഷിക മൂല്യം നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത്. അല്ല എന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ ഗുരുപരമ്പര പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കാകാം. പക്ഷെ ഒരു ഗുരു പറഞ്ഞു എന്നുള്ളത് കൊണ്ടും നമ്മൾ പറഞ്ഞാൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, യുക്തിയില്ലേ, നിങ്ങൾക്ക് വിചാരം ചെയ്യാനുള്ള കഴിവില്ലേ, ആ വിചാരം കൊണ്ട് വേണം നിങ്ങൾ തിരിച്ചറിയാൻ. അതുകൊണ്ട് സമ്പ്രദായം ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ല. ബലി സമ്പ്രദായത്തിന്റെ ഭാഗമാണ്. ആയിരക്കണക്കിന് കോഴിയോ 10,000 കോഴിയോ ഒക്കെ വെട്ടി ചോര കൊണ്ട് അങ്ങോട്ട് നിറച്ചു കഴിഞ്ഞാൽ, അതിന്റെ കൂടെ കോഴിത്തലകളുണ്ട്, കോഴി പടഞ്ഞാലൊക്കെ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ നമുക്കാവില്ല. എന്നാലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്കെതിരെ മാത്രം ഏതെങ്കിലും സംവിധാനങ്ങളുടെ നിയമങ്ങൾ കൊണ്ട് നമ്മുടെ ആചാരങ്ങൾക്ക് നേരെ മാത്രം കുതിര കയറുമ്പോൾ നമുക്ക് നമ്മുടെ ആചാരങ്ങൾ ചെയ്യേണ്ടതിന് വേണ്ടി മാത്രം ചില സമരങ്ങളൊക്കെ, അതാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അതിങ്ങനെ ആജീവനാന്തം ചെയ്തിരിക്കാന്നല്ല. പിന്നെ ആളുകൾ ചോദിക്കുന്നത് കൊടുങ്ങല്ലൂരിക്കൊക്കെ വരുന്നില്ലേക്ക് ചോദിക്കും. നമ്മുടെ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ അതോടുകൂടി തീർന്നതാണ്. ഇനി അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല. നമുക്ക് സമർപ്പിക്കേണ്ട നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. അതെന്താ പറയുന്നത്, അങ്ങനെ ആയിരക്കണക്കിന് വേണമെന്നല്ല. അതിന്റെ ആചരണങ്ങൾ, ആവശ്യമായിട്ടുള്ള ആചരണങ്ങളെങ്കിലും അവിടെ നടക്കണം. ഒരു കോഴിയെങ്കിലും ബലി അതിന്റെ കർമ്മത്തിന്റെ ഭാഗമായിട്ട് നടക്കട്ടെ. അത് ഈ സമ്പ്രദായത്തിന്, ഈ സംസ്കൃതിയുടെയും ഭാഗമാണ്. അത് അവിടെ നിലനിൽക്കണം എന്നുള്ളതാണ്. ഈ മതം അങ്ങനെ, ശാക്തേയ അല്ലെങ്കിൽ മലബാര സമ്പ്രദായങ്ങളുടെ ദർശനം അങ്ങനെയാണ്. അതിനെ നമ്മൾ അംഗീകരിക്കും. വെച്ചാൽ ആർഭാടവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ ആരെങ്കിലും ആഭാസം എന്ന് പറയുമ്പോൾ അത് ആഭാസമല്ല എന്ന് പറയാൻ നമുക്കാവില്ല. കാരണം അതിന്റെ ഒരു ആവശ്യമില്ല. എപ്പോഴും കോഴി വെട്ടുന്നല്ല, പണ്ടാട് വെട്ടുന്നല്ല. പണ്ടൊക്കെ വർഷത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ചടങ്ങാണ്. യാഗങ്ങൾക്ക് പോലും ഇതാ ഉണ്ടായത്. യാഗങ്ങൾക്ക് അവശ്യം വേണ്ട ബലി പറഞ്ഞു. പക്ഷെ എന്താണ്,
അനാവശ്യമായി വെട്ടിക്കൂട്ടിക്കൊണ്ട് ആ പാവം മൃഗങ്ങളുടെ അലർച്ചയും അതിൻ്റെതായിരിക്കുന്ന മാംസം വെന്തുരുകുന്ന മണങ്ങളും മാത്രം യജ്ഞശാലകളിൽ നിറഞ്ഞപ്പോൾ അവിടെയാണ് ഭഗവാൻ ബുദ്ധൻ വന്ന് സംസാരിക്കുന്നു, മഹാവീരൻ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അനാവശ്യമായ കാര്യങ്ങൾ, ആചാരങ്ങൾക്ക് പകരം ദുരാചാരങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഇവിടെയും കുലാചാരത്തിന്റെ അത്യാവശ്യമായ കാര്യങ്ങൾ നടക്കണം, കൗളമാർഗത്തിൽ നടക്കണം, ശാക്തേയത്തിലും മലബാരത്തിലും വേണം. എന്നാൽ അനാവശ്യമായി പോകുമ്പോൾ എന്തുണ്ടാവുന്നത്? തീർച്ചയായിട്ടും അതിനൊരു പ്രതിബന്ധം നേരിടേണ്ടി വരും. അതിനെതിരെ അവതാര പുരുഷന്മാർ അവതാരമെടുക്കും. അപ്പൊ ആ തരത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, അതിനായിട്ട് ഒരു ദൈവാവതാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ഒരു ഫുഡ് സൈക്കിൾ ഇവിടെ ഉണ്ട്, അതിനൊക്കെ ബാലൻസ് ചെയ്ത് പോയാൽ മതി. അതിന്റെ അപ്പുറം പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് മൃഗപക്ഷി ബലി കൊടുക്കുന്നത് എന്ന അബദ്ധധാരണ നമ്മെ പിൻപറ്റുന്നവരേലും കൊണ്ടു നടക്കരുത്. ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയാണ്. ആ ഒരു ജീവന്റെ പ്രയാണത്തെ കുറിച്ചറിയാം, അതുപോലെ മരണം എന്ന തത്വത്തെ കുറിച്ചറിയാം, ജഡം എന്ന ബോധത്തെ കുറിച്ചറിയാൻ ഒക്കെയാണ്. അത് താൽക്കാലികമായിട്ടൊരു ആശ്രയമല്ലാതെ എന്നേക്കുമല്ല. ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ചെയ്യുന്നു എങ്കിൽ അരുതേ ആജീവനാന്തം എന്നാണ് നമ്മൾ തന്നെ നമ്മളുടെ അനുകമ്പോപദേശത്തിൽ പറയുന്നത്. ആജീവനം അത് ചെയ്യാൻ പാടില്ല. ആജീവനാന്തം ചെയ്യില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് തത്വജ്ഞാനം ലഭിക്കുന്ന ഗുരുത്വം നേടാൻ ശ്രമിക്കാം. നമ്മൾ പരമാവധി ജ്ഞാനത്തെ ആർജിക്കുക. ജ്ഞാനത്തെ ആർജിക്ക് ജ്ഞാനിയായി പോകുമ്പോൾ എന്താണ്? നമുക്ക് ദിവ്യത്വം വരും. പശുത്വം കൊണ്ടല്ല, അയ്യോ പാപം എന്ന ചിന്തയിലല്ല നമ്മളിതൊന്നും വേണ്ട വെക്കേണ്ടത്. പാപം എന്ന ചിന്തയിലല്ല. അനുകമ്പയും പാപചിന്തയും വേറെയാണ്. അനുകമ്പ എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പാപം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് പാപപുണ്യമുള്ള ചിന്തകളൊക്കെ. അതുകൊണ്ട് അജ്ഞാനമല്ല, ജ്ഞാനത്തിൽ ഉണ്ടാവണമെങ്കിൽ ശാസ്ത്ര വഴിക്ക് സഞ്ചരിച്ചാൽ ജ്ഞാനം ഉണ്ടാകും. അല്ലെങ്കിലോ ഈ ആയിരക്കണക്കിന് കോടികളോട്ട് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഈ നാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കൂട്ടാനുള്ള ധാരണ വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു കോഴിയുടെ അവതാരവും അല്ലെങ്കിൽ ഒരു ആടിന്റെ അവതാരോ പോത്തിന്റെ അവതാരോ ഒക്കെ ഉണ്ടാകേണ്ടി വരുമോ എന്ന് നമ്മൾ ശങ്കിച്ചു പോകുന്നു. ഉണ്ടാവരുത്. മനുഷ്യൻ ദൈവമായി മാറണം. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സഹജീവികളുടെ കരുണയാണ്. ഭക്ഷണം സ്വീകരിച്ചോളൂ, പക്ഷെ മറിച്ച് ആക്രമരുത്, ആക്രമിക്കരുത്. അതിറ്റോളോട് ദയവുണ്ടാവട്ടെ. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള. വീണ്ടും പറയുന്നു, മറ്റ് സമ്പ്രദായങ്ങൾ മറ്റു രീതിയിൽ ഗുരുപദേശമുള്ളവർക്ക് അത് ചെയ്യുന്നതിൽ നമുക്ക് വിരോധമില്ല. നമ്മളതിനെതിരല്ല. നമ്മുടെ മുന്നിൽ വന്നവരോട് നമ്മളതാ പറഞ്ഞു, നിങ്ങളെ ഉപദേശിക്കാൻ നമ്മളല്ല. നമ്മളുടെ ഒരു തത്വചിന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതാണ് നമ്മൾ നമ്മളെ ശിഷ്യർക്കും നമ്മളുടെ ഭക്തർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെയാണ് വെച്ചാൽ വേദഹിംസ ഹിംസാന ഭവതി. വേദം അനുശാസിക്കുന്ന, വേദം എന്ന് പറഞ്ഞാൽ അറിവ്, പരമമായ അറിവ്, ഗുരുപരമ്പരയെ അനുവർത്തിച്ചുള്ള ഋഗജു സാമാത്രം എന്നുള്ള അർത്ഥം നമ്മൾ കൽപ്പിച്ചിട്ടില്ല. പരമമായി നമ്മുടെ സമ്പ്രദായം എന്തുപദേശിക്കുന്നു അത് നമുക്ക് ചെയ്യാം, ഗുരുപദേശം നമുക്ക് ചെയ്യാം. എന്നാൽ അതിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ട നമ്മൾ വിചാരം ചെയ്താൽ മതി. ഇല്ലെങ്കിലോ അവിധാനിനെയോ അന്യതാത്മർത്ഥം പ്രാണിനെ പ്രിയേ നിവാസേ നരകേ ദിനാനി പശു രോമഭി എന്ന് പറയുന്ന പോലെയാണ്. അല്ലാണ്ട് നമ്മളൊരു മൃഗത്തെയോ പക്ഷിയോ കൊല്ലുന്നെങ്കിൽ അതിന് എത്ര രോമമുണ്ടോ അത്രയും കാലം നരകത്തിൽ കഴിയേണ്ടി വരും. ആ നരകത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. അതിന് മനസ്സിലായിക്കൊണ്ടേ ബലിതത്വത്തെ അറിഞ്ഞുകൊണ്ട് മാത്രം ആചരിക്കുക. ഏതെങ്കിലും ഒരു പൂജ പഠിച്ചതുകൊണ്ട് കോഴി അറക്കാനോ ആട് അറക്കാനോ പാടില്ല. ഗുരുശിക്ഷ പരമ്പരയിൽ നിങ്ങൾ കൃത്യമായി സാധന ഗുരു പറയുന്ന ഈ പൂർണ്ണനായി എന്ന് പറയുന്ന സമയത്ത് നിനക്കിതാകാം എന്ന് ഗുരു പറയുന്ന നേരത്ത് മാത്രം നിങ്ങൾ ചെയ്യുക. എന്റെ കോഴി വെട്ടാൻ അറിയുന്നു എഴുതിയിട്ടോ, ആട് വെട്ടാൻ അറിയുന്നു എഴുതിയിട്ടോ, കള്ളു കുടിക്കാൻ അറിയുന്നു എഴുതിയിട്ടോ മകാരങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അതുകൊണ്ട് ദോഷമുണ്ട്, നാശമുണ്ട് എന്ന് അറിയുക. അതുകൊണ്ട് ചെയ്യണ്ട എന്നല്ല, പഠിച്ച് ഗുരു ഉപദിഷ്ടമായി പഠിച്ച് കൃത്യമായി ആചരിക്കുക. നമ്മളുടെ പൂർവാചാരം നിലനിർത്തുക തന്നെ വേണം. ഇതും നിലനിൽക്കണം. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലമ്മയും മുത്തുപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമക്കളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ കുലുഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.